കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട് മാറി മാറി വരുന്ന കോൺഗ്രസിന്റെ MLA കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള നിലവിലെ വടകര MP-യും പാലക്കാട് MLA-യുമായിരുന്ന ഷാഫി പറമ്പിൽ പാലക്കാട് ജനതയെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചതിന്റെ തുടർക്കഥയാണ് നിലവിലെ MLA പാലക്കാട് തുറന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് മോയിൻ ഗേൾസ് സ്കൂൾ, കേരളത്തിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള്, ആ സ്കൂളിലെ ഡിജിറ്റലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിനകത്തെ ക്ലാസ് മുറിയിൽ നിന്ന് ലൈറ്റുകളും ഫാനുകളും വരെ അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഡിജിറ്റലൈസേഷൻ യാതൊരു തരത്തിലുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല. ആ സ്കൂളിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ മക്കൾ ഇന്ന് ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്നാണ് മോയിൻസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുക എന്ന് വ്യക്തമാക്കുവാൻ പാലക്കാടിന്റെ MLA തയ്യാറാവണം. 2, പാലക്കാട് MLA-യുടെ സ്വപ്ന പദ്ധതിയായി കൊട്ടിഘോഷിച്ച് നടക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇന്നും ഒരു മോർച്ചറി പോലും ഇല്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ സാഹചര്യമാണുള്ളത്. അടിയന്തര ഘട്ടത്തില് നിരവധിയായ ശസ്ത്രക്രിയകൾക്ക് ഇന്നും ആശ്രയിക്കേണ്ടി വരുന്നത് അയൽ സംസ്ഥാനമായ കോയമ്പത്തൂരിനെയോ തൃശൂർ ജില്ലയെയോ ആണ്. അപ്പൊ ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട് MLA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നിലവിലെ പാലക്കാട് MLA-യെ ഇവിടെ നിന്നും രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് പാലക്കാടൻ ജനതയ്ക്ക് മേൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനായി കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പലിന്റെ സന്തത സഹചാരിയെ തന്നെയാണ് ഇവിടെ മത്സരിപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നത്. പാലക്കാട് MLA ആയി വിജയിച്ചതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഒരു നിയമസഭാ സാമാജികൻ തന്നെ ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോടും വളരെ വിശദമായി തന്നെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനകത്ത് വരുത്തി, ഇത് പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനെയും അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഭീഷണിയായേക്കാവുന്ന തരത്തിൽ ഇടപെടലുകളുണ്ടായിട്ടുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP-യുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം അവശേഷിക്കുന്നില്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് BJP-യുടെ നിലപാട്. അദ്ദേഹം രാജിവെക്കുന്നതുവരെ BJP-യുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. നിലവിൽ BJP-യുടെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിനെതിരായ ഹൌസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്, BJP-യുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുത്,
അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കരുത് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. ഇത് തന്നെയാണ് പാർട്ടി കഴിഞ്ഞ 3 മാസമായി എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു, സംരക്ഷണം ഒരുക്കുന്നു, അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. ഈ നയം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ്. ഒരേ സമയം ഇരയോടൊപ്പമാണെന്ന് പറയുന്നു, വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു. ഈ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇത് കോൺഗ്രസിനെ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോസ്റ്റ് ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുള്ള വനിതാ പ്രതിനിധികൾക്ക് നേരെ, MLA-മാർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. BJP-യുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു പറഞ്ഞാൽ മതി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് MLA-യോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. നിരവധി പ്രവർത്തകരിൽ കേസുകൾ ഉൾപ്പെടെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇത് മനോവീര്യത്തെ തകർക്കുന്നതാണ്, BJP-യുടെ പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് MLA-യോടൊപ്പം സഹകരിക്കരുത്, പൊതുവേദികളിൽ പങ്കെടുക്കരുത്, ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത്, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു, അതിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിൽ നൽകി. ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും. പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൌൺസിലർമാര്, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ടെ ജനങ്ങളെ പോട്ടെ, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ. ഈ കേരളത്തിലെ ജനങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു, ഞങ്ങള് കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന്, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ, കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ട്? അല്ല, ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ, അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
അല്ല, ജില്ലയിൽ ഈ വിഷയം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടക്കേണ്ട വിഷയങ്ങളുണ്ട്. ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട്. പിന്നെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയേണ്ട രീതിയല്ല ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. പാർട്ടിയും നഗരസഭയും ഐക്യമില്ല എന്ന് നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നഗരസഭയിൽ 22 കൗൺസിലറുണ്ട്. അല്ല, ചെയർപേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞു. ഇതേ നിലപാട് തന്നെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഇതിനെക്കുറിച്ച് വിശദമായ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തിന് നൽകി സംസ്ഥാന നേതൃത്വം ഉചിതമായ നടപടിയെടുക്കും, ഉചിതമായ തീരുമാനമെടുക്കും. കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാർ, അതുപോലെ തന്നെ PT ഉഷ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ അറിയിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന് ചെയർപേഴ്സൺ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ഉണ്ടോ? കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, പരാതി നൽകിയത് നിങ്ങൾക്ക് എവിടുന്ന വിവരം ലഭിച്ചു? അല്ല, അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഞാൻ ഇതിനകത്ത് ആ പരാതി കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചത്, ഒരു മിനിറ്റ്, ഞാൻ അതിന് കൃത്യമായിട്ട് ആൻസർ പറയാം. നിങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറയുന്നുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിയുടെ കോപ്പി ഞാൻ കണ്ടിട്ടില്ല. 2, പാർട്ടിയുടെ ഏത് നേതൃനിരയിൽപ്പെട്ട ഒരാളും ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് ആരും തന്നെ കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂടെ ഗുണകരമാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നഗരസഭയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി പരിപാടി നടക്കുന്നു. നഗരസഭ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ ഇല്ലാതെ ഒരു MP യെ കൊണ്ടുവന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ആ കൗൺസിൽ ഏത് പരിപാടിയാണ്? കൃഷ്ണകുമാറിന്റെ ഞാൻ അതില് വളരെ കൃത്യമായി കോൺഗ്രസ് കൗൺസിലർമാരുടെ പരിപാടിയിൽ അവരെ ക്ഷണിക്കുന്നുണ്ട്, അവർ പങ്കെടുക്കുന്നുണ്ട്. ആര് പങ്കെടുക്കുന്നുണ്ട്? ഇന്നലെ പങ്കെടുത്തല്ലോ. കോൺഗ്രസ് കൗൺസിലർമാരുടെ പരിപാടിയല്ലത്. കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡിൽ ഇനി ഇതിനകത്ത് മിനി കൃഷ്ണകുമാറിന്റെ വാർഡിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. ഏതാണ് ആദ്യം ചോദിച്ചത്? മിനി കൃഷ്ണകുമാറിന്റെ വാർഡിനെ സംബന്ധിച്ചാണ്. 2 പരിപാടിയെക്കുറിച്ചും വേണം. 2 പരിപാടിയെക്കുറിച്ചും ഞാൻ വിശദമായ ഉത്തരം പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട PT ഉഷ MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 18ാം വാർഡില് ഇത്തരത്തിലൊരു പ്രൊജക്ട് നടക്കുന്നത്. ആ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് PT ഉഷ മാഡം തന്നെ അനുവദിച്ചിട്ടുള്ള ഫണ്ടുകളുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഷൊർണൂരും കടമ്പഴിപ്പുറവും വരുന്ന സമയത്ത് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി അവർ അതിന്റെ ഡെവലപ്മെന്റുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി വരുമെന്ന് പറയുന്നു. ആ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആ പരിപാടിയുടെ ബ്രോഷറോ പോസ്റ്ററുകളോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അങ്ങനെ നഗരസഭയുടെ പരിപാടിയാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഒരു നഗരസഭയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് ആയിരിക്കും ആ വേദിയിൽ സ്വാഗതം പറയുക. ആ പരിപാടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞത് അവിടുത്തെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ അധ്യക്ഷനാണ്. ആ പരിപാടിയിൽ പാർട്ടിയുടെ നേതാക്കന്മാരാണ് വേദിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പാർട്ടി പരിപാടിയിൽ അവർ പങ്കെടുത്തതിൽ എവിടെയാണ് ഉചിതമില്ലായ്മയുള്ളത് എന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ തരണം. 2, അടുത്ത പരിപാടി 19ാം വാർഡ് അല്ലെ, സുൽത്താൻപേട്ട 19ാം വാർഡിലെ അംഗൻവാടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൌൺസിലർ ആരൊക്കെയാണോ നഗരസഭയിൽ അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതോടൊപ്പം ആ പരിപാടിയിൽ നഗരസഭ ഉദ്യോഗസ്ഥന്മാർ, അംഗൻവാടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട MP തന്നെയാണ്. അതിൽ തെറ്റില്ല എന്നതാണ് പ്രോട്ടോകോൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ആ നഗരസഭാ കൌൺസിലർ തന്നെയാണ്. അതിനകത്ത് അവർ അറിയിക്കേണ്ട ആളുകളെ മുഴുവൻ പരിപാടി അറിയിച്ചിട്ടുണ്ട്. പിന്നെ 1.5 മാസം മുൻപ് അതേ വാർഡിൽ ഒരു കിണറിന്റെ ഉദ്ഘാടനം നടന്നിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൌൺസിലർമാരുടെ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തുവെന്നും BJP കൌൺസിലർമാരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും പാർട്ടിയും നഗരസഭാ ഭരണവും തമ്മിൽ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. ഇത് പാലക്കാട്ടെ പാർട്ടിയും നഗരസഭാ ഭരണവും വളരെ ശക്തമായി ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും നഗരസഭയിൽ നടക്കാൻ പോകുന്നുണ്ട്. BJP കൗൺസിലർമാർ ക്ഷണിക്കുന്നില്ല, കോൺഗ്രസ് കൗൺസിലർമാർ ക്ഷണിക്കുന്നതുകൊണ്ട് ചെയർപേഴ്സൺ അങ്ങോട്ട് പോകുന്നു.
എന്ന് നിങ്ങളോട് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് വ്യക്തമല്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്. ഈ പാലക്കാട് ഒരു ഫോട്ടോ ഉണ്ടോ ആ നോട്ടീസുകളിലോ ഈ ഫ്ലെക്സ് പാർട്ടി വികസന സമിതി നടത്തുന്ന പരിപാടിയാണ്. പാർട്ടി പരിപാടികളിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടികളെല്ലാം പാലക്കാട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പാർട്ടി പരിപാടികളിൽ എവിടെയാണ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുടെ പരിപാടികളിലെ ഫോട്ടോ തന്നെയല്ലേ കണ്ടിട്ടുള്ളത് നിങ്ങൾ? അംഗൻവാടി ഉദ്ഘാടനത്തിലോ? അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ എന്താണ് വേണ്ടത്? അംഗൻവാടി ഉദ്ഘാടനം MP ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലല്ലോ. അംഗൻവാടി ഉദ്ഘാടനത്തെ കുറിച്ചല്ല പാർട്ടി പരിപാടി ഞാൻ പറഞ്ഞത്. പാർട്ടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി ഒരു MP വരുന്ന സമയത്ത് അവർക്ക് സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഫണ്ട് നൽകുന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതിന്റേതായ അതിന്റെ ഉദ്ഘാടനം അല്ലല്ലോ ഇതിനകത്ത് കൊപ്പം വാർഡിൽ നടന്നിട്ടുള്ളത്. ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമേ അല്ല. ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പുരോഗതി വിലയിരുത്താൻ വേണ്ടി. MP ഫണ്ട് ഉപയോഗിച്ചാണ്. അത് PT ഉഷ MP രാജ്യസഭ MP ആണ്. MP ഫണ്ട് ഉപയോഗിച്ചുള്ള ഒരു പരിപാടി അങ്ങനെ പാർട്ടി പരിപാടി എന്ന് പറയാൻ പറ്റും? അല്ല, ഇതിനകത്ത് MP ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എന്ത് ഉദ്ഘാടനമാണ് അവിടെ നടന്നത്? അവർ അതിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്ന സമയത്ത് MPക്ക് ഒരു സ്വീകരണ പരിപാടി ആ വാർഡിൽ കൊടുക്കുന്ന സമയത്ത് ഒരു MPയെ, ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു MPയെ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്? സ്വീകരണ പരിപാടിയല്ല, മറിച്ച് കൃത്യമായ ഒരു ഉദ്ഘാടന പരിപാടിയാണ്. ആ പ്രസംഗം അല്ല, ഉദ്ഘാടന പരിപാടിയല്ല. ഉദ്ഘാടന പരിപാടിയല്ല. അല്ല, ഉദ്ഘാടന പരിപാടി നടക്കണമെങ്കിൽ അവിടുത്തെ പ്രോജക്ടിന്റെ പൂർണ്ണമായ പണി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, കട്ടിൽ വെക്കുന്ന ചടങ്ങായിരുന്നു അത്. ആ പരിപാടിയിലേക്ക് ഈ നഗരസഭയുടെ ഒരു പദ്ധതി ആയിട്ടാണ് അത് വരുന്നത്. സ്വാഭാവികമായിട്ട് നഗരസഭ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അല്ല, അതിനകത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു MPക്ക് ഒരു സ്വീകരണം അവിടെ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? സ്വീകരണമായിരുന്നില്ലല്ലോ. അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അവിടെയുള്ള ഫ്ലക്സ് ബോർഡുകളിൽ എന്താ ഉണ്ടായിരുന്നത്? പരിപാടിയുടെ ഉദ്ഘാടനം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ലാബിന്റേതായിരുന്നു. ലാബിന്റെ എന്തായിരുന്നു? നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് കാണിച്ചേ, അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് വെച്ചതിന്റെ പോസ്റ്റർ ഒന്ന് കാണിച്ചേ. മീഡിയയുടെ കയ്യിൽ ലാബിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വെച്ചതിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അപ്പോൾ അവിടെ സുൽത്താൻപേട്ടിലെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് ക്ഷണിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അല്ലെ, രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരോടാ ചോദിച്ചിരുന്നത്? സംഘാടകർ BJP നേതാവല്ല, ആ പരിപാടിയുടെ വാർഡ് കൌൺസിലറാണ്. വാർഡ് കൌൺസിലർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത്? എന്താണ്? ഒന്നയച്ച ഇക്ബാൽ ഒന്നയച്ച. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ ആ പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നടന്നിട്ടില്ല. 1. 2, കട്ടിള വെപ്പിന് വേണ്ടിയിട്ട് PT ഉഷ MP ആ പരിപാടിയുടെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി വരുന്നു. അവിടെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നു. ആ പരിപാടിയിൽ യാതൊരു തെറ്റില്ല. പിന്നെ 2, നിങ്ങള് പറഞ്ഞോളൂ. അതിൽ ഈ കട്ടിള വയ്ക്കൽ, കെട്ടിട നിർമ്മാണത്തിന് കട്ടിള വയ്ക്കൽ ചടങ്ങാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ എവിടെ സ്വീകരണം എന്ന് പറയുന്നു? അല്ല, അവിടെ ആ പരിപാടിക്കകത്ത് മുഴുവൻ ഫ്ലക്സ് വെച്ചിട്ട് അത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ വാർഡില് PT ഉഷ MP വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വീകരണം കൊടുക്കുന്ന അവിടെ മുഴുവൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 ദിവസമായി പാർട്ടിയോട് ചോദിച്ചിരുന്നു, നഗരസഭാ കൌൺസിലറോട് ചോദിച്ചിരുന്നു, ചെയർപേഴ്സണോട് ചോദിച്ചിരുന്നു. വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെയും പാർട്ടിയുടെയും ആളുകൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം, വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വികസനം വാഗ്ദാനമല്ല, വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വികസനം വാഗ്ദാനമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അംഗനവാടി ഉദ്ഘാടനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീമതി PT ഉഷ ഏതാ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മിനിറ്റ് ഇത് സ്വീകരണമാകുന്നത്? എങ്ങനെ? അല്ല, അംഗൻവാടി ഉദ്ഘാടനം 2 പരിപാടിയും തമ്മിൽ കൊളാബറേഷൻ ആക്കരുത്. ഒരു മിനിറ്റ് 19ാം വാർഡിലെ പരിപാടിയും 18ാം വാർഡിലെ പരിപാടിയും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. രണ്ട് പരിപാടി അത് മറ്റൊരു ഇത് ഈ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ നടന്നതിൽ അതിൽ കൃത്യമായി പറയുന്നു, പാലക്കാട് നഗരസഭ 18ാം വാർഡ് കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ്. കൊപ്പം ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ബയോമെഡിക്കൽ ലാബ് കെട്ടിടം PT ഉഷ രാജ്യസഭ MP ഫണ്ടിൽ നിന്ന് അവസാനം PT ഉഷ MP ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് കൃത്യമായി ഉണ്ട്. അതെ, അതായത് കെട്ടിട നിർമ്മാണത്തിന് കട്ടിള വയ്ക്കൽ പ്രസ്തുത ചടങ്ങിൽ നടക്കുന്നു.
പറയുന്നതില്ലേ, കൊപ്പം ഹെൽത്ത് സെന്ററിൽ വെച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ശ്രീമതി പി ടി ഉഷ എം പിയുടെ MP ലാഡ് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ്. ഒരു മിനിറ്റ്. ബഹുമാന്യരെ, പാലക്കാട് നഗരസഭ 18-ാം വാർഡ് കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ്. കൊപ്പം ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ബഹുമാനപ്പെട്ട ശ്രീമതി PT ഉഷ MPയുടെ രാജ്യസഭ MPയുടെ MP ലാഡ് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ഒരു മിനിറ്റ് അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്. രാജ്യസഭാ MPക്ക് സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി നടത്തിയ പരിപാടി ഉണ്ട് അവിടെ. അല്ല, ഒരു മിനിറ്റ്. പാർട്ടി MP ആ ഒരു പദ്ധതിക്ക് വരുന്ന സമയത്ത് MPക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ പറയുന്നതില് നിങ്ങൾ ബോധപൂർവ്വം ഒരു മിനിറ്റ്. ഞാൻ ഇതിനകത്ത് ഇവിടെ ഒരു പരിപാടിക്ക് MP വരുന്നു. പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയിൽ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയൂ? ഒരു മിനിറ്റ്. ഞാനൊന്ന് പൂർണ്ണാക്കട്ടെ. ഒരു മിനിറ്റ്. നഗരസഭയുടെ പരിപാടി അല്ല ഇത്. അത് നഗരസഭയുടെ പരിപാടിയല്ല. ഒരു മിനിറ്റ്. ഞാൻ അവിടെ കൊപ്പത്ത് PT ഉഷ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഈ പരിപാടി, അത് പാർട്ടി പരിപാടിയില് പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വികസന സമിതി, വാർഡ് വികസന സമിതി നടത്തിയ പരിപാടിയായിരുന്നു അത്. ഇനി നിങ്ങൾ എന്ത് തന്നെ അല്ല, വാർഡ് വികസന സമിതിയില് വാർഡ് കൌൺസിലർ ഉണ്ടാവില്ലേ? വാർഡ് വികസന സമിതിയിൽ വാർഡ് കൌൺസിലർ അംഗമായിരിക്കുമല്ലേ? അല്ല, പോട്ടെന്നല്ല. ഒരു മിനിറ്റ്. ഇതിനകത്ത് ഞാനത് ക്ലാരിറ്റി ഒന്നുകൂടെ പറയണം. ഇതിനകത്ത് ഞാൻ പറയാം, വാർഡ് വികസന സമിതിയിൽ ആ പരിപാടിയിൽ നിന്നുകൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് എന്താ പറഞ്ഞത്? ആ പ്രൊജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ആ പ്രൊജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പാർട്ടി കൊടുത്ത സ്വീകരണ പരിപാടിയിൽ പാർട്ടിയുടെ പരിപാടിയിൽ അത് വെക്കാൻ പാടില്ലെന്നുണ്ടോ? BJPയുടെ പരിപാടിയില്ലേ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഒരു MP അവിടെ വരുന്ന സമയത്ത് MPക്കുള്ള സ്വീകരണം വാർഡ് വികസന സമിതി നൽകി. അതിൽ വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് ഈ പാർട്ടിയുടെ സ്റ്റാൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അന്നത്തെ ദിവസം അന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചോദിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്, പാർട്ടി പരിപാടിയാണത്. പാർട്ടി പരിപാടിയിൽ MP വന്നു, അവർക്കൊരു സ്വീകരണം കൊടുത്തു. എന്നോട് ചോദിച്ച ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ എന്നോട് ചോദിച്ച ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്കണവാടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയുടെ 19-ാം വാർഡ് കൌൺസിലർ ആരെയൊക്കെയാണ് ഈ പരിപാടി അറിയിക്കേണ്ടത് അവരെ മുഴുവൻ പരിപാടി അറിയിച്ചിട്ടുണ്ട്. അവര് ആരെയൊക്കെയാണോ ആ പരിപാടി അറിയിക്കേണ്ടതായിട്ടുള്ളത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. ആ പരിപാടി വാർഡിൽ അങ്കണവാടി ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആരെയൊക്കെയാണോ അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് വാർഡ് കൌൺസിലർ മറുപടി പറയണം. ഒരു മിനിറ്റ്. വാർഡ് കൌൺസിലർ മറുപടി പറയണം. വാർഡ് കൌൺസിലറോട് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ലഭിച്ച മറുപടി അവരാരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഞാന് ഒരു മിനിറ്റ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞു, ഇതിനകത്ത് പാർട്ടി പ്രസിഡന്റ് എന്നുള്ള ഇത് ഞാൻ അവരോട് ചോദിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിനകത്ത് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെയും വിട്ടുപോയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആരെയാണ് അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടവര്. ഇതിനകത്ത് നിങ്ങൾ ഒരു സ്പെസിഫൈഡ് അജണ്ടയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ അന്വേഷിച്ചോളൂ. ഒരു പരിപാടിയുടെ അംഗൻവാടി ഉദ്ഘാടനത്തിന് പ്രോട്ടോകോൾ പ്രകാരം ആരെയൊക്കെ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോളൂ. ആ പ്രോട്ടോകോൾ പ്രകാരം അറിയിക്കേണ്ടവരെ മുഴുവൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ എനിക്ക് അതിനകത്ത് നൽകേണ്ടതില്ലേ? കാരണം ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. പ്രോട്ടോകോൾ പ്രകാരം അവരാരെയൊക്കെ അറിയിക്കണമെന്നുണ്ടോ അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി പരിപാടിയാണ് കൊപ്പത്ത് നടന്നതെങ്കിൽ അവിടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. PT ഉഷയ്ക്ക് ഒരു 2 വാക്ക് സംസാരിക്കേണ്ടതായിരുന്നില്ലേ?
അതിപ്പോ നിർബന്ധമില്ല അങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. വാർഡ് വികസന സമിതി നടത്തുന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കണം എന്ന് എന്താ നിർബന്ധമുള്ളൂ? ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട് സംസാരിക്കാതിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ. മേഖല ജില്ലാ പ്രസിഡന്റിനെക്കാളും 4 ജില്ലകളെ നോക്കുന്ന ആൾ എന്റെ തൊട്ടിരിക്കുന്നുണ്ട്. അയാൾ സംസാരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് ആവാതിരിക്കോ? അങ്ങനെയൊന്നുമില്ല. ഓരോ പരിപാടിയിൽ ആരൊക്കെ സംസാരിക്കണം എന്നുള്ളത് ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ്. അവരത് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ആളുകൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. പാലക്കാട് MLA എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. MLAക്കെതിരായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവസാനിച്ചില്ല. ഞാൻ തുടക്കത്തിന് പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം. അതില് സമരം തെരുവിൽ നടന്ന് സമരം ചെയ്യുക എന്നത് മാത്രമല്ല പ്രതിഷേധത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ പല മാധ്യമങ്ങളും അതിന്റെ തുടക്കത്തിൽ അത് കവർ ചെയ്തിരുന്നു. MLAക്കെതിരായ ഒരു ലഘുലേഖ ഞങ്ങൾ ഹൌസ് ക്യാമ്പയിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡും MLAയുടെ സ്റ്റാൻഡും കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസ് പാർട്ടിയും പാലക്കാട് MLAയും മറുപടി പറയേണ്ട ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ലഘുലേഖയുമായി ഞങ്ങൾ വീട് വീടാന്തരം കയറി സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പ്രത്യക്ഷത്തിൽ തന്നെയാണ് നമ്മൾ വീട് കയറുന്നത്. അല്ല, നമ്മള് ഈ സമരങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സമരങ്ങളുണ്ട്. നമ്മൾ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്, സമരങ്ങൾ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്, വ്യത്യസ്തമായ സമര പരിപാടികളുണ്ട്. അതിൽ നമ്മളിപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമര പരിപാടി എന്ന് പറയുന്നത് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് രാഹുലിനും കോൺഗ്രസും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായി വീട് കയറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധത്തിന്റെ ശൈലി ചിലപ്പോൾ മാറുമായിരിക്കാം, ചിലപ്പോൾ ഇതേ ശൈലി കണ്ടിന്യൂ ചെയ്യായിരിക്കാം. അത് ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പാർട്ടി ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. അവർ ഈ വിഷയത്തിൽ ഈ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ആ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ സംസ്ഥാന നേതൃത്വം തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ മറുപടി സംസ്ഥാന നേതൃത്വം നൽകും. മുതിർന്ന നേതാവും കൗൺസിലറുമായ N. ശിവരാജൻ പറഞ്ഞത് ഈ MLA എന്ന് പറയുമ്പോൾ അത് ഒരു പൊതു സംവിധാനമാണെന്നും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഓരോ കൗൺസിലർമാർക്കും ഫണ്ട് ലഭിക്കാറുണ്ട്. അപ്പൊ വികസനത്തിന്റെ ഭാഗമായി അങ്ങനെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. അതിൽ BJPയുടെ അഭിപ്രായം എന്താണ്? ഇതിനകത്ത് MLAയുടെ ഫണ്ട് വാങ്ങുന്നില്ലേ എന്നതല്ല വിഷയം. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ കൺസേണിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് നൽകുന്ന എന്താണ് മറുപടി എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധങ്ങളും BJPയുടെ നിലപാടും രാഷ്ട്രീയത്തിന് അതീതമാണ്. രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്, മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്കയാണ്. ആ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്ക എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും പാർട്ടി നിലപാടല്ല. പാർട്ടിയുടെ തീരുമാനം വളരെ സ്പെസിഫിക് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അദ്ദേഹം രാജിവെക്കണം. കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് മറുപടി പറയുവാൻ തയ്യാറാവണം. ഒരേ സമയത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇതിന് മറുപടി പറയുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിംഗ്. ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതിനകത്ത് ഈ വിഷയത്തിൽ
അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രതിസന്ധിയിലാവുന്നില്ല. പാർട്ടിയുടെ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട്. 3 മാസം മുൻപ് എന്താണോ നിലപാടെടുത്ത് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. ഇതിനകത്ത് പാർട്ടിയുടെ ഏത് ഫോറത്തിൽ ഞാൻ എന്തൊക്കെ അവതരിപ്പിക്കണോ അത് ഞാൻ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ നമുക്ക് പത്രക്കാർക്ക് മുൻപിൽ തുറന്നു പറയാൻ പറ്റുന്നതായിരിക്കും, ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ഏത് ഫോറത്തിലാണോ ഇത് ചർച്ച ചെയ്യേണ്ടത് ആ ഫോറത്തിൽ ഈ വിഷയം അതിന്റേതായ ഗൗരവത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.